ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. അറിവിന്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാദകമലങ്ങളിൽ ശതകോടി വന്ദനം. ശ്രീഗുരുവും ശ്രീശാരദയും എന്ന നമ്മുടെ കുടുംബത്തിലെ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർകൾ, ആചാര്യ സുലേഖാമാം, മുഖ്യ അഡ്മിൻ അനിൽജി, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ, പ്രാർത്ഥനകളാൽ ഈ കുടുംബത്തെ ധന്യമാക്കുന്ന ആത്മസഹോദരങ്ങളെ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഗുരുദേവനാമത്തിൽ നമസ്കാരം. കർക്കിടകം 1 മുതൽ കന്നി 5 വരെ നടത്തപ്പെടുന്ന ആത്മോപദേശ ശതക മഹായജ്ഞത്തിന്റെ 28ാം ദിവസമായ ഇന്ന് മനനം ചെയ്ത് സമർപ്പിക്കുവാനായി ഭഗവത് കൃപയാൽ ഈ ഉള്ളവൾക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മോപദേശ ശതകം 28ാമത്തെ ശ്ലോകമാണ്. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്ന് അറിവല്ലറിഞ്ഞിടേണം. ഈ ശ്ലോകത്തെ പദം പിരിച്ച് അർത്ഥം പറയുകയാണെങ്കിൽ, അടിമുടിയറ്റ്, ആദിയും അന്തവും ഇല്ലാതെ, അടി തൊട്ടു മൗലിയന്തം, കാൽ മുതൽ തല വരെ, അതായത് പൂർണ്ണമായി, സ്ഫുടമറിയുന്നത്, ബോധത്തെ സാക്ഷാത്കരിച്ച് അറിയുന്നത്, തുര്യബോധമാകും, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളെ കടന്നു നിൽക്കുന്ന 4ാമത്തെ സത്യാനുഭവമാണ് തുര്യബോധം. ജഡമറിവീലത്, ഈ ബോധാനുഭവം ജഡവുമായി കൂടിക്കലർന്നതല്ല. ചിന്ത ചെയ്ത് സങ്കല്പങ്ങൾ വഴി ചൊല്ലുന്നിടയിലിരുന്നറിവല്ല, ശബ്ദോച്ചാരണത്തോടുകൂടിയുള്ള അറിവല്ല, അറിഞ്ഞിടേണം. ഇത് വ്യക്തമായി ധരിക്കണം. അപ്പോൾ ആദിയും അന്തവുമില്ലാതെ കാൽ മുതൽ തല വരെ, അതായത് പൂർണ്ണമായി ബോധത്തെ സാക്ഷാത്കരിച്ചറിയുന്നത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളെ കടന്നു നിൽക്കുന്ന 4ാമത്തെ സത്യാനുഭവമാണ്. ഈ ബോധാനുഭവം ജഡവുമായി കൂടിക്കലർന്നതല്ല, സങ്കല്പങ്ങൾ വഴി ശബ്ദോച്ചാരണത്തോടുകൂടിയുള്ള അറിവല്ല. ഇത് വ്യക്തമായി ധരിക്കണം. അടിമുടിയറ്റ്, ഈ പ്രപഞ്ചാനുഭവങ്ങളിലെല്ലാം നമ്മൾ ഓരോ വസ്തുക്കളെ അറിയുമ്പോൾ അതിന് ആരംഭമുണ്ട്, മധ്യമുണ്ട്, അന്ത്യമുണ്ട്, ദേശകാല ഭേദങ്ങളൊക്കെയുണ്ട്. പക്ഷേ തുര്യത്തിൽ ശുദ്ധബോധ അനുഭവത്തിന് അങ്ങനെയുള്ള യാതൊരു പരിമിതിയും ഇല്ല. ദേശകാല പരിമിതികൾ ഒന്നും തന്നെ ഇല്ല. ഈ ശുദ്ധബോധത്തിലാണ് ദേശകാലങ്ങളുടെ തോന്നൽ പോലും സംഭവിക്കുന്നത്. അപ്പോൾ ദേശകാലങ്ങളുടെ തോന്നലിനും അപ്പുറം ശുദ്ധമായി നിൽക്കുന്ന ബോധമാണ് തുര്യാനുഭവം. അടിതൊട്ടു മൗലിയന്തം സ്ഫുടമറിയും, പാദം മുതൽ ശിരസ്സു വരെ സ്ഫുടമറിയുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അറിയുന്നു, അതായത് വ്യക്തമായി അറിയുന്നു. സൂര്യൻ ഉദിക്കുന്നത് പോലെ ബ്രഹ്മാനുഭവം വന്നു ചേരുന്നു. ഈ ശരീരമുണ്ടെന്ന് എത്ര വ്യക്തമായി ഇപ്പോൾ അറിയുന്നുവോ അതിനേക്കാൾ 100 ഇരട്ടി വ്യക്തമായി ഉണ്ടെന്ന് അനുഭവിക്കുന്നു. ബോധം ബോധത്തെ അനുഭവിക്കുന്നു എന്നാണ് അനുഭവിച്ച മഹാത്മാക്കൾ പറയുന്നത്. അടിതൊട്ടു മൗലിയന്തം വരെ സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവങ്ങൾക്കുമപ്പുറം 4ാമത്തെ അനുഭവമാണ് തുര്യാനുഭവം. ജഡമറിവീല, ഈ അറിവ് ജഡത്തിൻ്റെതല്ല,
ജഡത്തിന് ഇതൊന്നും അറിയാൻ സാധ്യമല്ല. ജഡത്തിന് അറിവേയില്ല. എന്താ കാര്യം? ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്ന് അറിവല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അറിവും ചിന്ത ചെയ്ത് ചൊല്ലുന്നതിനിടയിലുള്ള അറിവുകളാണ്. അതായത് സങ്കല്പത്തിലൂടെ ഉണ്ടാകുന്ന അറിവാണ് ജഡത്തിനുണ്ടാകുന്ന അറിവ്. ഒട്ടേറെ ചിന്ത ചെയ്ത് അറിയുന്നതാണ്. എന്നാൽ തുര്യബോധം അങ്ങനെയല്ല. അവിടെ സങ്കല്പമേ ഇല്ല. സങ്കല്പമില്ലെങ്കിൽ എങ്ങനെയാണ് അറിവ് വരുന്നത്? അത് ബോധമുള്ളത് കൊണ്ടാണല്ലോ മറ്റെല്ലാ സങ്കല്പങ്ങളും ഉദയം ചെയ്യുന്നത്. ശുദ്ധബോധം സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറമാണ്. നമുക്കും ഇത് യുക്തി കൊണ്ട് അറിയാൻ ബുദ്ധിമുട്ടില്ല. നല്ല ആനന്ദം അനുഭവിക്കുന്നു. അത് ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്ന് അറിവല്ല. ഞാൻ ആനന്ദിക്കുന്നു എന്ന ചിന്ത പോലും അവിടെ അസ്തമിക്കുന്നു. നല്ലൊരു പാട്ട് കേട്ട് ഒരാൾ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു. അയാൾ ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണോ അനുഭവിക്കുന്നത്? ഒരിക്കലുമല്ല. അനുഭവം കഴിയുമ്പോൾ ഞാൻ ആനന്ദിച്ചു എന്ന തോന്നലാണ്. ഇവിടെ അനുഭവം കഴിയുന്ന ഏർപ്പാട് പോലുമില്ല. തുര്യാനുഭവം നേടിയ ഒരു ബ്രഹ്മനിഷ്ഠന് ആ അനുഭവം ഒരിക്കലും പോകുന്നില്ല. ജീവിതത്തിലുടനീളം ശരീരം എല്ലായ്പ്പോഴും നഷ്ടപ്പെടാത്ത അനുഭവമായി നിലനിൽക്കും. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്ന ഇടയിലിരുന്ന് അറിവല്ലറിഞ്ഞിടേണം. ആത്മസഹോദരങ്ങളെ, ആത്മോപദേശ ശതകം മഹായജ്ഞത്തിന്റെ 28ാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു